മച്ചാ തുണി അലക്കാണ്ടോ? കഴുത മോറ തുണി അലക്കാണ്ടോ? തുണി അലക്കാണ്ടോ? എന്തായി കാണുന്നത്? ഓ നട്ടു ഉച്ചക്ക് എന്നെ കമ്പി പോയി ചോറ് വെക്കടാ. എത്തിയോ? അങ്ങനെ കുറെ വിളിച്ചിരുന്നല്ലേ? ഫോണ് പോയടാ. എങ്ങനെ? ഒന്നും പറയണ്ട, വലിയ കഥയാ. അല്ല പാർട്ടി കണ്ടിരുന്നു. പാർട്ടി അടിപൊളി അളിയാ, അടിപൊളി. വയനാട്ടിനുള്ളിലൊരു കാട്ടില് ഒരു ഫാം ഹൗസ്, അവിടെയായിരുന്നു റേവ്. ആരാടാ വെള്ളം തുറന്നിട്ട്? ഞാനാ മറന്നുപോയി. അവിടെ ഫുൾ ഓൺ മ്യൂസിക്, ഡ്രിങ്ക്സ്, ഡ്രഗ്സ് ആൻഡ് ഗേൾസ്. പെണ്ണുങ്ങൾ അളിയാ, അടിപൊളി മക്കള്. സൂപ്പറാ. അവിടെ അല്ലേ? ഇല്ല, അവിടെ ബേസിന്റെ അടുത്തുണ്ട്. അല്ല പാർട്ടിക്ക് ഫുൾ നോർത്ത് ഈസ്റ്റ് ആയിരിക്കും അല്ലേ? പാർട്ടിക്ക് ഫുൾ നോർത്ത് ഈസ്റ്റ് ആയിരിക്കും അല്ലേ? ഫുള്ള് മലയാളി പെൺകുട്ടികള്. പോടാ. ഞാനും ആദ്യം ഞെട്ടിപ്പോയി കണ്ടപ്പോ. മിക്കതും മലയാളി പെൺകുട്ടികളുടെ, എല്ലാം തല തെറിച്ചാണ്. ഫിക്സ് ഇല്ലേ? എന്തിനാടാ പിക്സ്? നോ പിക്സ്, നോ കോണ്ടാക്ട്സ്, നോ കമ്മിറ്റ്മെന്റ്സ്. ജസ്റ്റ് ഫക്ക് ആൻഡ് ഫോർഗെറ്റ്. അതാ സേഫ്. മച്ചാനെ ഇതൊക്കെ ഇല്ലീഗൽ ആട്ടോ. പോക്കി കഴിഞ്ഞാൽ കുണ്ടി ലോക്കാവും. അങ്ങനെ ലോക്കാവാണെങ്കിൽ കുണ്ടി ലോക്കാവട്ടെ. ഞാൻ പറഞ്ഞുള്ളൂ. അല്ല ടോയ്ലറ്റ് ഫ്രീ ആണോ? ഇപ്പൊ എന്റെ ഉള്ളിൽ കയറിയാ മുട്ടയും വിട്ടു. ഓക്കെ മാൻ. പിന്നെ പഹയ പുതിയ ഐറ്റം ഇറങ്ങിയിട്ട് മോനെ, വൈസാപ്പിംഗ്. സംഗതി ചീപ്പാണ്, പക്ഷെ ഇംഗ്ലീഷുകാരായതുകൊണ്ട് ഉഷാറാണ് മോനെ. ആദ്യം ഒരു ഭാര്യ ഭർത്താവ് വരും, പിന്നെ വേറൊരു ഭാര്യ ഭർത്താവ് വരും, പിന്നെ സംസാരിക്കല ഇംഗ്ലീഷിലാ. അത് നമുക്ക് അറിയില്ലല്ലോ. അത് കഴിഞ്ഞ ഭാര്യമാരെ കൊണ്ടൊരു സ്വാപ്പിംഗ്, പിന്നെ മൊത്തം സീനാ മോനെ. ഞെട്ടിയില്ലേ? ഞാനും ഞെട്ടി മോനെ. ഇതൊന്നും ഇവിടെ പുതിയ കാര്യമൊന്നുമല്ല. തുടങ്ങി പിന്നെയും ഇഷ്ടം പോലെ കേസുകളുണ്ട്. കല്യാണം കഴിഞ്ഞ ആദ്യമൊക്കെ ഭയങ്കര രസമായിരിക്കും, പിന്നെ കുറച്ച് കഴിയുമ്പോൾ കഴപ്പൊക്കെ അങ്ങ് തീരും. ഭാര്യയ്ക്കും ഭർത്താവിനും മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അവർക്ക് പറ്റിയ ആരെങ്കിലും അവർ കണ്ടെത്തും. ഇതേപോലെ മൂഡ് ഓഫ് ആയി ഏതെങ്കിലും കപ്പിൾ ഉണ്ടാവും, എന്നിട്ട് അവർ സ്വാപ്പ് ചെയ്യും. ഇത് പുതിയ കാര്യമൊന്നല്ല, കോഴിക്കോടും എറണാകുളത്തും ഒക്കെ നടക്കുന്നുണ്ട്. ഇതൊന്നും ഇവിടെ നടക്കൂലോ. എല്ലാരും ഇതൊക്കെ ചെയ്യാ. ഇത് കാണാൻ മാത്രമേ സുഖമുള്ളൂ, അല്ലാണ്ട് നമ്മളെ നാട്ടിൽ ഇതൊക്കെ ചെയ്യാ. ഒന്ന് പോടാവിടെ. എടാ, എല്ലാരും ചെയ്യുന്നുണ്ട് എന്നല്ല, പക്ഷെ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതും ചെറിയ ചെറിയ ആൾക്കാരൊന്നുമല്ല, വലിയ വലിയ വീട്ടിലെ വലിയ വലിയ സ്രാവുകൾ. ഞാൻ വിശ്വസിക്കുന്നില്ല. പൊന്നു മോനെ, ഇതല്ല ഇതിന്റെ അപ്പുറം നടക്കണ്ട. കഴിഞ്ഞ ദിവസം രാത്രി ക്ലബിൽ നൈസായിട്ട് രണ്ടെണ്ണം വിട്ടോടുക്കുക. എൻ്റെ ഓപ്പോസിറ്റ് കപ്പിൾ വന്നിരുന്നു. ഈ ചാൾ ടോക്കിംഗ്. ഒരു അരമണിക്കൂറിന് ശേഷം ആ പെണ്ണൊന്ന് ചോദിക്കുക, വുഡ് യു മൈൻഡ് ജോയിനിങ് അസ് ഇൻ ബെഡ്? ഞാൻ തൊള്ള വന്നു വെച്ചാൽ. യു മീൻ 3? ആ അല്ലാ, 3 awesome. ഭാഗ്യവാൻ. അല്ല അവനെ പിന്നെ എന്തൊക്കെയാ നടന്ന്? ഞാനൊന്നും പറഞ്ഞില്ല, നൈസായി സ്കിപ്പായി. നീ സ്കിപ്പായല്ലേ? ആ ഉച്ചക്കുള്ള പടായി 1, മണി 2. വിശ്വസിക്കടാ, ഞാൻ സത്യം പറഞ്ഞേ. വിശ്വസിക്കടാ, ഞാൻ സത്യം പറഞ്ഞ വെച്ചാ. സത്യം, ഓൻ്റെ ഒരു സത്യം. ഈ ഓനോട് വട അടിച്ചെന്നെ പൊട്ടനാക്കിയോ? ബ്ലഡി ഫൂൾ. ചോറ് എവിടെടാ? ഇപ്പൊ എന്റെ പരാതി. അല്ല മോനെ, നമുക്ക് ലഞ്ച് പുറത്ത് നോക്കിയാലോ? നീ ഇങ്ങോട്ട് വാ. ചോറ് വെച്ചിട്ടില്ല നീ? ആകെ തിരക്കി. തമാശ